ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജി ഡോക്ടറായ, അതായത് ആ ഒരു യൂട്യൂബ് ചാനലിലാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. സൈക്കോളജി ഡയറീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, ആമിന സിത്താര എന്നാണ് തോന്നുന്നു ആ ഒരു ഡോക്ടറിന്റെ പേര്, സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല പല പ്രശ്നങ്ങളുമായിട്ട് സൈക്കോളജിസ്റ്റിനെ കാണാൻ ചെല്ലുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അതില് ആ ഒരു ഡോക്ടറിന് നേരിടേണ്ടി വന്ന ഒരു കേസായിരുന്നു. അതായത് ഒരു അമ്മായിയമ്മയും മരുമകനും തമ്മിലുള്ള ഒരു വഴിവിട്ടൊരു ബന്ധം. അപ്പൊ അതിനെക്കുറിച്ചാണ് ആ ഒരു ഡോക്ടർ പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം ഒരു 1-2 വർഷത്തോളം ആയി എന്ന് ഈ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോഴാണ് ആ ഒരു ഡോക്ടർ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഈ സൈക്കോളജിസ്റ്റ് ഡോക്ടർമാരെയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അവരുടെ അടുത്തേക്ക് എത്തുന്ന പല പല കേസുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പൊ ഈ ഒരു കേസ് എന്ന് പറയുന്നത്, ഒരു അമ്മയുണ്ട്, അമ്മയും മോളുമാണ്, ഒരു മുസ്ലിങ്ങളാണ് അമ്മയും മോളും. ഭർത്താവ് ആ കുഞ്ഞു ചെറുപ്പത്തിലെ അയാൾ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പിന്നെ ഈ ഉമ്മയാണ് മകളെ വളർത്തിയതും ഒക്കെ. അങ്ങനെ മകളെ കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടിയും ഉണ്ട്. അപ്പൊ നല്ലൊരു മരുമകനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മരുമകൻ ഇവരുടെ ഒപ്പാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ പെണ്ണിന്റെ വീട്ടിൽ തന്നെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നല്ല സ്നേഹമൊക്കെയാണ്, മോളെ നന്നായിട്ട് നോക്കും, കുടുംബം നന്നായിട്ട് നോക്കും, നല്ല ജോലിയൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഈ ഒരു മരുമകൻ തന്നെയാണ് നോക്കുന്നത്, അന്വേഷിക്കുന്നതും എല്ലാം. അപ്പോ എന്താ പറയാ, അവർക്ക് ഒരു മകന്റെ സ്ഥാനത്ത് അവര് ആ മോനെ കണ്ടു. കാരണം സ്വന്തം മകളുടെ ഭർത്താവാണ്. അതിലുപരി എല്ലാ കാര്യങ്ങളും തിരക്കുകയും അന്വേഷിക്കുകയും മകളെ പൊന്നുപോലെ നോക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഇരിക്കെ അപ്പൊ ഈ സൈക്കോളജിസ്റ്റിനെ കാണാൻ ചെന്നപ്പോൾ തന്നെ ഇവര് പറഞ്ഞ് വിഷമിക്കുകയാണ്. എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, കാരണം എൻ്റെ മരുമകനുമായിട്ട് എനിക്കൊരു സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടേണ്ടി വന്നു, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിപ്പോയി, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറെ കാണാൻ ചെല്ലുന്നത്. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ ഈ ഡോക്ടർ ചോദിച്ചപ്പോഴാണ് ഈ ഉമ്മ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവര് നല്ല സ്നേഹത്തിലൊക്കെ മുന്നോട്ട് പോവായിരുന്നു. അപ്പൊ ഈ മകന് അമ്മായിയമ്മയോട് ഒരു പ്രത്യേക തരം സ്നേഹം ഉണ്ടായിരുന്നു. ഒരു കൂടുതൽ ഒരു കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന്, ഇപ്പോൾ ഫുഡാണെങ്കിൽ പോലും അമ്മായിയമ്മ എടുത്തു കൊടുക്കണം, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അത് അമ്മായിയമ്മ എടുത്തു കൊടുക്കണം, അങ്ങനെയുള്ള ഒരു നിർബന്ധവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം മകള് വിചാരിച്ച എന്താ, എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മയെ അത്രത്തോളം കെയർ ചെയ്യുന്നു, അത്രത്തോളം സ്നേഹിക്കുന്നു എന്നൊക്കെ വെച്ചിട്ട് ഈ ഒരു മകളും സപ്പോർട്ട് ചെയ്തു. സ്നേഹം കൊണ്ടല്ലേ എന്ന് കരുതിയിട്ട് മകളും സപ്പോർട്ട് ചെയ്തു. പക്ഷെ പിന്നെ പിന്നെ ഓരോ കാര്യങ്ങൾക്കും, ഇപ്പോൾ അവര് ഓരോ ജോലി ചെയ്യുമ്പോൾ, ഇപ്പൊ കിച്ചണിലൊക്കെ അവർ ജോലി ചെയ്യുന്ന സമയത്ത് ഈ മരുമകൻ ചെന്ന് അടുത്തിരിക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും, അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമായി. അപ്പൊ ഇവർക്കാണെങ്കിൽ ഇവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ട് വർഷങ്ങളായി. ആ ഒരു മോള് ചെറുതായിരുന്നപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അപ്പൊ അങ്ങനെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ സ്നേഹമൊന്നും അങ്ങനെ ഒരുപാട് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ മരുമകൻ എപ്പോഴും ചെന്ന് ഉമ്മ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അടുത്ത് ചെന്നിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം. പിന്നീട് അതൊരു എന്താ പറയുക, ഒരു കുറച്ചുകൂടെ ആ ഒരു ഡീപ്പാകുന്നു. അപ്പൊ ഇവരും അത് ആസ്വദിക്കാൻ തുടങ്ങി. അതായത് ഈ ഒരു അമ്മായിയമ്മയായിട്ടുള്ള സ്ത്രീയും അത് ആസ്വദിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവ് ഓൾറെഡി നേരത്തെ വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ഇവർ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അപ്പൊ അവര് ഈ ഒരു മകൻ വന്നിന്ന് സംസാരിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്കൊരു പ്രത്യേകതരം കെയറിങ് ആ ഒരു മരുമകന്റെ ഭാഗത്തു നിന്ന് കിട്ടി. അപ്പോൾ അവരും ആ ഒരു രീതിയിലേക്ക് ആയിപ്പോയി. അപ്പൊ അങ്ങനെ ഇവരുടെ ആ ഒരു റിലേഷൻ ഒരു മോശപ്പെട്ട രീതിയിലേക്കുള്ള റിലേഷൻ ആവുന്നു. രണ്ടുപേരും സെക്ഷലായിട്ടുള്ള റിലേഷനിൽ ഏർപ്പെടുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സ്വന്തം അമ്മായിയമ്മ എന്ന് പറയുമ്പോഴത്തേക്കും മരുമകനെ സ്വന്തം മകനെ പോലെ കാണണം, കാരണം മകളുടെ ഭർത്താവാണ്. അപ്പൊ ആ ഒരു രീതിയിൽ കാണണം. തിരിച്ചും അതുപോലെ തന്നെ ഇപ്പോ ഭാര്യയുടെ അമ്മയാവുമ്പോഴത്തേക്കും മരുമകനാണെങ്കിലും സ്വന്തം അമ്മേനെ പോലെ തന്നെ അമ്മായിയമ്മനെയും കാണണം. അപ്പൊ ഇവര് രണ്ടുപേരും ഭയങ്കരമായിട്ട് റിലേഷനിലാകുകയും ആ ഒരു റിലേഷൻ ഒരു സെക്ഷൽ റിലേഷനിലേക്ക് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് അടുത്തു, എല്ലാ രീതിയിലും ഇവർ ഭയങ്കരമായിട്ട് അടുത്തു. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെറുക്കനാണെങ്കിൽ ഇവരെ ഇല്ലാതെ പറ്റത്തില്ലാത്തൊരവസ്ഥ. അതായത് എപ്പോഴും ഒളിച്ചും പാത്തുമൊക്കെയാണ് ഇവർ തമ്മിൽ ഈ സെക്ഷൽ റിലേഷനിലൊക്കെ ഏർപ്പെടുന്നത്. ഒളിച്ചും പാത്തുമൊക്കെയാണ് പലപ്പോഴും ഇവർ ആ ഒരു ബന്ധത്തിൽ റിലേഷനിൽ ഏർപ്പെടുന്നതൊക്കെ. അപ്പൊ മകള് കാണാതെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഇതായപ്പോ ഈ ഒരു മരുമകന് അവരോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമായി. അപ്പോ പിന്നെ ഈ മരുമകൻ എപ്പോഴും ഇവരെ
ആ ഒരു റിലേഷനിലേക്ക് ആകാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെന്ന് വിളിക്കുകയും ഇങ്ങനെ ഫോണിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇവർക്ക് മനസ്സിലായി ഈ ഒരു ഇത് കുറച്ച് അങ്ങോട്ട് ഇവരുടെ ആ ഒരു റിലേഷൻ ഭയങ്കരമായിട്ട് ഡീപ്പാവുന്നു. അങ്ങനെ അപ്പോൾ ഇവർക്കത് മനസ്സിലായി ഇവർ ചെയ്യുന്ന തെറ്റാണ്. അതായത് ഈ അമ്മായിയമ്മയ്ക്ക് മനസ്സിലൊരു തോന്നലുണ്ടായി, ഈ ചെയ്യുന്ന തെറ്റല്ലേ, കാരണം സ്വന്തം മകളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത തന്നെയാണ് അവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇവർക്ക് എന്തോ മനസ്സിൽ വിഷമം തോന്നിയിട്ട് ഇവർ പതുക്കെ ഈ ചെറുക്കനിൽ നിന്ന് ഒരു അകലം പാലിച്ചു. അപ്പോൾ ഇവരുടെ ഇവർ ഭയങ്കര റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഈ അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു അകൽച്ച ഉണ്ടായപ്പോൾ ഈ ചെറുക്കന് ഭയങ്കരമായിട്ട് അത് വിഷമമായി. അപ്പോൾ ഇവരിങ്ങനെ പിന്നെ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിനൊന്നും ഈ അമ്മായിയമ്മ ചെല്ലാതായപ്പോഴത്തേക്കിന് ഈ ചെറുക്കന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷനും ഭയങ്കര സങ്കടവും, ഈ ചെറുക്കൻ ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയപ്പോൾ ഈ മകൾ ചോദിച്ചു എന്ത് പറ്റി, ഇക്കായ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പം ഈ ചെറുക്കൻ ഭയങ്കര സങ്കടത്തിലൊക്കെ. അപ്പം ഈ ഒരു ഉമ്മാക്ക് വിഷമം തോന്നി, കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും ഇവരെങ്ങനെ ഈ ഒരു അകലം പാലിച്ചപ്പോഴത്തേക്കിനും ആ ഒരു ചെറുക്കൻ്റെ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ മരുമകൻ ഈ ഉമ്മയോട് പറയുന്നു, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോട്ടെ, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വന്തം അമ്മായിയമ്മയോടാണ് ഈ പറയണമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അപ്പം എൻ്റെ മോള് അപ്പോൾ പറയണ അവൾക്ക് ഞാൻ ചിലവിന് ഒക്കെ കൊടുത്തോളാം, പക്ഷേ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഇവരാകെ ഇടങ്ങേറിലാകുകയാണ്. കാരണം ഈ ഒരു മരുമകന് അമ്മായിയമ്മനെ കല്യാണം കഴിക്കണം, ആ ഒരു രീതിയിലേക്ക് അവരുടെ ഒരു ബന്ധം വളർന്നു. അപ്പം അങ്ങനെ ഈ മകള് എങ്ങനെയോ ഈ ഉമ്മയുടെ ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിലിങ്ങനെ ഈ ഭർത്താവ് അയച്ച മെസ്സേജും കാര്യങ്ങളൊക്കെ മകൾ കണ്ടു. അങ്ങനെ ആകെ പ്രശ്നമൊക്കെ ആയി. ഇവർ ഭയങ്കര വഴക്കും പ്രശ്നമൊക്കെ ആയി. അവസാനം മകള് സൂയിസൈഡിനൊക്കെ ശ്രമിച്ചു. അങ്ങനെ പിന്നെ ഈ മകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്നത്. സത്യം പറഞ്ഞാൽ ഈ അമ്മായിയമ്മയ്ക്കും മരുമകനും മകൾക്കും എല്ലാവർക്കും സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ആവശ്യമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും സൈക്കോളജിസ്റ്റ് ഡോക്ടർമാരെ കാണുകയും കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ ഈ ഒരു ബന്ധം ഭയങ്കരമായിട്ട് ഇതായി. അപ്പം എന്നിട്ട് ഈ അമ്മായിയമ്മ ഈ സൈക്കോളജിസ്റ്റിനോട് ഈ കഥകളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലും എനിക്ക് ഇതിൽ നിന്നൊന്ന് റെഡിയാക്കി തരണം, കാരണം എൻ്റെ മോളുടെ ജീവിതമാണ്, ഞാൻ കാരണം എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ തിരക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു റിലേഷനെ കുറിച്ച് ആ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നത്, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ പറയുക, ഇപ്പം മകൾ അവിടെ ഉണ്ട്. അപ്പം ഈ മകള് കാണാതെ ഇവർ രണ്ടുപേരും ഒളിച്ചും പാത്തും ഒക്കെയാണ് ഇവരുടെ ഓരോ സ്നേഹബന്ധങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സംഭവത്തിൽ ഈ ഒരു മരുമകൻ ഭയങ്കരമായിട്ട് ഹരം പിടിച്ചു പോയി. അപ്പോൾ പിന്നെ ഭാര്യനെ വേണ്ട, അത് സ്വന്തം ഭാര്യനെ അയാൾക്ക് വേണ്ട, പകരം അമ്മായിയമ്മേനെ മതി എന്നുള്ളൊരവസ്ഥയിലേക്കായി. അങ്ങനെ ഈ സൈക്കോളജിസ്റ്റ് വേറെ 2 സൈക്കോളജിസ്റ്റിനെയും കൂടെ ഇവർക്ക് 3 പേർക്കും കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. അങ്ങനെ കുറേ നാളത്തെ കൗൺസിലിങ്ങും കുറേ ചികിത്സയ്ക്കൊക്കെ ശേഷം നമ്മുടെ സൈക്കോളജിസ്റ്റായ ഡോക്ടർ നിർദ്ദേശിച്ചു, അതായത് ഈ അമ്മായിയമ്മ ഒരിക്കലും ഇവരുടെ കൂടെ താമസിക്കാൻ പാടില്ല, കാരണം അങ്ങനെ താമസിക്കുന്നിടത്തോളം കാലം ഈ ചെറുക്കന് വീണ്ടും അവരോട് ആ ഒരു റിലേഷനിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മാറ്റി താമസിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമൊക്കെ കുറേയധികം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ മകൾക്കും മരുമകനും അമ്മായിയമ്മക്കും ഒക്കെ എന്താ പറയുക കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡോക്ടർമാരിങ്ങനെ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ഇവരും മാറി താമസിച്ചു, അതായത് അമ്മായിയമ്മേനെ വേറെയും താമസിച്ചു, ഇവര് ഭാര്യയും ഭർത്താവും കുഞ്ഞും വേറെ താമസിച്ചു. അങ്ങനെ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവർ ജീവിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം ആ ഒരു റിലേഷൻ അല്ലേ, അവർ ആ ചെയ്തത് തെറ്റല്ലേ. കാരണം സ്വന്തം മകനെ പോലെ കാണേണ്ട സ്ഥാനത്ത് അവർക്ക് ഭർത്താവ് ഇല്ല, അവരുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുന്നേ അവരെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അത് അവർക്ക് ആ ഒരു ഇത് മനസ്സിലുണ്ട്. അപ്പം ഈ മരുമകൻ വന്നിട്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിച്ചപ്പോൾ അവരതിൽ വീണുപോയി. ഈ മകൻ എന്തുവാ ചെയ്തത്, സ്വന്തം ഭാര്യയുടെ അമ്മയെ എന്താ പറയുക, സ്വന്തം അമ്മയെ പോലെയല്ലേ കാണേണ്ടത്. അപ്പം അങ്ങനെ കാണാതെ വേറൊരു രീതിയിൽ കണ്ടിട്ട് അവരുമായിട്ട് റിലേഷൻ ആവുന്നു. ഇവർ പലതവണ അങ്ങനെ സെക്ഷൽ റിലേഷനിലേക്കൊക്കെ പോകുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഷോക്കായിപ്പോയി. കാരണം ഇങ്ങനെയും ഉണ്ടോ ആൾക്കാരെന്ന് നമ്മൾ ഓർത്തു പോവുകയാണ്. കാരണം എന്താ പറയുക, ആ ഒരു മകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം ഭർത്താവിന് നല്ലോണം സ്നേഹിക്കുന്നു,
പക്ഷെ ഭർത്താവ് സ്വന്തം അമ്മയായിട്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള പരിപാടികളിൽ ഏർപ്പെടുന്നു. അവസാനം ഈ പെൺകുട്ടിയെ വേണ്ട, അമ്മായിമ്മേനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് ആ ഒരു റിലേഷൻ മാറി. അങ്ങനെയാണ് ഇവർ പിന്നെ ഈ ഒരു മകൾ ഇതൊക്കെ അറിഞ്ഞ് അവർ സൂയിസൈഡിനൊക്കെ ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സൈക്കോളജിസ്റ്റിനെയൊക്കെ പോയി കണ്ട് ഇപ്പോൾ അതെല്ലാം സോൾവായി. അവർ വേറെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളും ഇല്ലാതെ അവർ ജീവിക്കുന്നു എന്നറിയുന്നു. എങ്കിൽ പോലും ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഞെട്ടലായിപ്പോയി. അപ്പം ഞാൻ ഈ ഒരു ചാനൽ ഈ കഴിഞ്ഞിടെയാണ് കാണുന്നത്. ഈ ഒരു ചാനൽ, അതായത് സൈക്കോളജി ഡയറീസ് എന്നാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ സംശയമുള്ളവർക്ക് ആ ഒരു യൂട്യൂബ് ചാനൽ കയറിയിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ആ ഒരു ഡോക്ടർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എൻ്റെ പൊന്നെ, അത് ആ ഒരു വീഡിയോ 24 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഫുള്ള് ഞാനിരുന്ന് കണ്ടു. കാരണം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയണ്ടേ. ഇപ്പോൾ തമ്പനയിലിൽ ഒരു കാര്യവും വീഡിയോ വരുമ്പോൾ വേറൊരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഫുള്ള് കണ്ടപ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് നടന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് ഇവർ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കേസ് കെട്ടുകൾ വരാറുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇത് ഭയങ്കര ഒരു അവസ്ഥ തന്നെയാണ്. അമ്മായിയമ്മയും തരക്കേടില്ല, മരുമോനും തരക്കേടില്ല. ഇങ്ങനെയും ഒക്കെ സംഭവങ്ങൾ ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഇപ്പം ഇങ്ങനെ ഓരോരോ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ ദൈവമേ, അങ്ങനെ ഒരു അവസ്ഥ, ആ ഒരു പെണ്ണിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ആ പെൺകുട്ടി വെറുതെ അല്ല ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത്. കാരണം ഇങ്ങനൊരു സംഭവം കാണുമ്പോഴത്തേക്കും അത് ആർക്കാണെങ്കിലും അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കൂടാതെ ഈ ഒരു കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറിൻ്റെ ചാനലാണ്, ഒരു സൈക്കോളജിസ്റ്റ് ആയ ഒരു ഡോക്ടറിൻ്റെ ചാനലാണ്. അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഡോക്ടർ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർക്ക് ആ ചാനൽ കയറി നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.